6 ദിവസം ഞാൻ കടമത്ത് ദ്വീപിലാ വഅദ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഫ്ലൈറ്റ് കയറാൻ അഗത്തി ദ്വീപിലേക്ക് വരുമ്പോ അഗത്തി ദ്വീപിലെ പടച്ചവനെ കാളിയാരുടെ വീട്ടിൽ ഞാൻ പോയപ്പോ എന്നോട് ആ കാളിയാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, പ്രിയമുള്ള ഉസ്താദ്, എന്റെ മോളുടെ മോൾക്ക് ക്യാൻസർ ആണ് ഉസ്താദ്, ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോ ആ പാവപ്പെട്ട സാധുവായ കാളിയാരുടെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവരെ വല്ലാതെ സങ്കടമാ. 7 വയസ്സുള്ളൊരു പൊന്നുമോളാ റബ്ബേ, 7 വയസ്സുള്ളൊരു പൊന്നുമോളാ റബ്ബേ, മൂക്കിൽ ഇങ്ങനെ കുഴലിട്ട് കൊണ്ട് കിടക്കുകയാ, ക്യാൻസറുള്ള പാവപ്പെട്ട പൊന്നുമോളാ. ഞാൻ ചോദിച്ചു, ഉസ്താദേ നടക്കാൻ കഴിയൂല ഉസ്താദേ, ഈ പൊന്നുമോള് നടക്കൂല ഉസ്താദേ, ഈ പൊന്നുമോള് എണ്ണീച്ച് നടക്കൂല ഉസ്താദേ. ആ സാധു കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ല ഉസ്താദ്, നടക്കൂല ഉസ്താദേ, ആരോടും സംസാരിക്കൂല ഉസ്താദേ. ഞാൻ ചോദിച്ചു, എവിടാ കാണിക്കുന്നത്? അമൃത ഹോസ്പിറ്റലിലാണ് ഉസ്താദേ, ഡോക്ടർമാര് കൈവിടുന്ന അവസ്ഥയാണ് ഉസ്താദേ, ദുആ അല്ലാതെ വേറെയൊന്നുമില്ലെന്ന് പറയുമ്പോ 7 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസറാ ചെറുപ്പക്കാരോ, 20 വയസ്സുള്ള ചെറുപറമ്പിലെ ചെറുപ്പക്കാരാ, 30 വയസ്സുള്ള ചെറുപറമ്പിലെ ചെറുപ്പക്കാരാ, 20 വയസ്സുള്ള ചെറുപറമ്പിലെ പെങ്ങളെ പർദ്ദ ധരിക്കാതെ, ഹിജാബ് ധരിക്കാതെ, നിക്കാബ് ധരിക്കാതെ, മുഖം മറക്കാതെ ടൈറ്റിട്ട പർദ്ദ ധരിച്ചുകൊണ്ട് ചെറുപറമ്പിന്റെ പരിസരത്തിലൂടെ ഓടിയാൽ നന്മയുടെ പ്രതിഫലമില്ല, തിന്മയുടെ പ്രതിഫലമാണല്ലോ. അതിലൂടെ നരകത്തിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിങ്ങള് 7 വയസ്സുള്ള പൊന്നുമോള് അജുവ എന്ന പേര്, അജുവ എന്ന് പറയുന്ന ആ പൊന്നുമോള് 7 വയസ്സുള്ള പ്രിയം. ഞാൻ ഓർത്തു പടച്ചവരെ ആ വീട്ടിൽ ചെല്ലണ്ടായിരുന്നു ഓർത്തു. അജുവ എന്ന് പറയുന്ന പൊന്നു 7 വയസ്സ്, കിടക്ക, കണ്ണുറക്കണില്ല. ഞാൻ മോളെ എന്ന് വിളിക്കുമ്പോൾ പോലും കണ്ണുറക്കണില്ല, മൂക്കിൽ ഇങ്ങനെ കുഴല്. ഉസ്താദേ ഇതെന്തിനിട്ടിരിക്കുക ഉസ്താദേ? എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി ഉസ്താദേ. അല്ലാഹുവേ ആ പൊന്നുമോൾക്ക് നീ ശമനം കൊടുക്കണേ. നമ്മൾ എന്ത് കണ്ടിട്ടാ എന്റെ പ്രിയപ്പെട്ടവർ അഹങ്കരിക്കണേ? നമ്മൾ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണേ? ഉസ്താദ് ഇത് മാറൂലേ? മാറാൻ ചാൻസ് കുറവാണ്. തലയുടെ ഈ പുറകിലാണ് ഉസ്താദ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും. 7 വയസ്സേ ഉള്ളൂ. ഉമ്മ തൊട്ടപ്പുറത്ത് കരയുന്നുണ്ട്. അല്ലാഹുവേ ആ പൊന്നുമോൾക്ക് നീ ശമനം കൊടുക്കണേ റഹ്മാനെ.